ഖത്തറിൻ്റെ ഒരു അടിപൊളി കാഴ്ച ഉണ്ടല്ലോ. ഒരു രാജ്യത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഉൾഗ്രാമങ്ങൾ തേടി പോകണം. അവിടെയാണ് ആ രാജ്യം ജീവിക്കുന്നത്. ഈ കൊടും ചൂടിൽ ഒന്ന് പുറത്തിറങ്ങിയ വിയർത്തൊലിക്കുന്ന സിറ്റിന്ന് ഇതാ ഈ ഉൾപ്രദേശത്തെത്തിയപ്പോൾ വിയർപ്പ് പിടിയാത്ത ചെറിയ കാറ്റാണ് ഞങ്ങൾ ആദ്യം സ്വീകരിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവും ഒരു തരി പോലും ഉണങ്ങാത്ത പച്ച പുല്ലുപാടങ്ങളും രാജസദസ്സിന് സമാനമായ മജ്‌ലിസിലെ ഹൃദ്യമായ സ്വീകരണവും. അടിപൊളി സൺസെറ്റിന് ശേഷം ആട്ടിൻപാലും ഒട്ടകപ്പാലും സ്വന്തം തോട്ടത്തിൽ വിളഞ്ഞ തേന്മാതിരിയുള്ള അസലി ഈത്തപ്പഴവും. മുമ്പ് പോയപ്പോൾ ഇവിടെ ഞങ്ങൾ വിരുന്നുകാരായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളിത് വീട്ടുകാരെ പോലെ തന്നെ കേട്ടോ. അറബികളുടെ ഖത്തറിന്റെ ആദ്യത്തെ മര്യാദ ഒന്ന് വേറെ തന്നെ കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് 10-20 വർഷമായി ഹോട്ടൽ നടത്തുന്ന ഒരു തിരൂരുകാരന്റെ ഹോട്ടലിൽ നിന്ന് ചെറിയ കാശിന് 2 ബിരിയാണി ഞങ്ങൾ പങ്കിട്ട് കഴിച്ചിട്ടോ. ആഡംബരങ്ങളില്ലാത്ത ചെറിയൊരു പള്ളിയിൽ കയറി ഇശാംസ്കരിച്ചു. തിരിച്ചുള്ള യാത്ര അതിഗംഭീരമായ അനുഭവമായിരുന്നു. ഇരുട്ട് നിറഞ്ഞ വിജനമായ റോഡ്, അത് മാത്രമായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിക്കട്ടോ. സോ സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.